സിമ്പതി. മറ്റു പറഞ്ഞല്ല, അത് ഞാനാണെന്ന് കഴിയുമ്പോൾ എമ്പതിയാണ് ആ സംഭവം. അനുകമ്പയേക്കാൾ ഉപരി വലുതാണ് അത്. അനുകമ്പ സിമ്പതിയാണ്. അയ്യോ ഉരുളുപൊട്ടിയല്ല, ആൾക്കാരുടെ വീട് പോയല്ല, കഷ്ടം എന്ന് പറയുന്നതാണ് സിമ്പതി. പക്ഷേ എമ്പതി എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാനാണ് ഉരുളുപൊട്ടിയിരിക്കണത്, എനിക്ക് എൻ്റെ വീട് പോയത് എന്ന് പറയണമെങ്കിൽ ക്രിസ്തു എന്നിൽ ജീവിക്കണം. ക്രിസ്തു എന്നിൽ ജീവിക്കുമ്പോഴാണ് മറ്റതും ക്രിസ്തു ആണെന്ന് നമുക്ക് തോന്നുന്നത്. അതാണ് ഈശോ പറയണത്, എനിക്ക് വിശന്നു, നിങ്ങൾ എനിക്ക് ഭക്ഷണം തന്നു എന്ന്. എമ്പതിയാണ് അവിടെ. പല ആൾക്കാരും സിമ്പതികളായിട്ടും പലപ്പോഴും വരുന്ന, അതുകൊണ്ട് സിമ്പതികളായിട്ടാണ് ചെയ്യുക. സൽപ്രവർത്തികൾ ചെയ്യുന്നുണ്ട്, പക്ഷേ സിമ്പതിക്കലായിട്ടാണ് ചെയ്യണത്. സിമ്പതിക്കായിട്ട് ഇതിനെ വർക്കൗട്ട് ചെയ്യത്തില്ല. മറിച്ച് എന്താണ്, എമ്പതറ്റിക്കലായിട്ടാണ് ചെയ്യേണ്ടത്. അത് കർത്താവാണെന്ന് നോക്കി ചെയ്യണം. അതാണ് എനിക്ക് വിശന്നു, എനിക്ക് ദാഹിച്ചു, ഞാൻ പരദേശിയായിരുന്നു എന്നൊക്കെ പറയണത്. അവിടെ ദൈവത്തെ കാണാൻ പറയണത്. അപ്പോൾ ദൈവത്തെ കണ്ടുകൊണ്ട് ഈ അധാർമിക സമ്പത്ത് അവർ ദൈവത്തെ കണ്ടുകൊണ്ട് ദൈവത്തിന് വേണ്ടി തന്നെയാണ് അത് ചെയ്യണത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, അത് ദൈവത്തിന് വേണ്ടി തന്നെ കൊടുത്ത് നമ്മുടെ ദൈവത്തിൻ്റെ പേരിൽ അത് അർഹിക്കുന്നവർക്ക് കൊടുത്തുകൊണ്ട് ആ ചാപ്റ്റർ നമ്മൾ വിശുദ്ധിയിലേക്ക് പ്രാർത്ഥിക്കാൻ കഴിയും. ഇപ്പം സഭയിൽ നിന്ന് പോകേണ്ട കാര്യമൊന്നുമില്ല. സഭയിൽ നിന്നുകൊണ്ട് തന്നെ നിൻ്റെ അധാർമിക സമ്പത്ത് മുഴുവനും നിനക്ക് വിഷം മുഴുവൻ ഒഴുക്കി കളയാം. അപ്പം നിങ്ങളയ്യോ എൻ്റെ മക്കൾക്ക് വേണ്ടി സമ്പാദിപ്പിക്കണം എന്നൊക്കെ പറയത്തില്ലേ. ചില മക്കളെ എന്തുകൊണ്ടാണ് തല തിരിഞ്ഞ് ദുർവിന് പോണതിൻ്റെ കാരണത്താൽ അവിടെ കയ്യിൽ അപ്പന്മാരും പൂർവ്വം സംഭവിച്ച അധാർമിക സമ്പത്തുണ്ടാകും. സംശയമില്ല കാര്യത്തിൽ. അതുകൊണ്ടല്ലേ ചില മക്കൾ പറഞ്ഞു, അപ്പൻ്റെ സ്വത്ത് എനിക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ ഇത് മാത്രം പേരുണ്ട്. എന്താ കാര്യം? അപ്പൻ്റെ സ്വത്ത് ഉണ്ടാക്കിയത് എങ്ങനെയാണെന്ന് അറിയാം. ആ പാപത്തിൻ്റെ പണം കൊണ്ട് അക്കൽദാപം എട്ടിവിടെ മാറുന്നത്. അങ്ങനെ മാറുന്നതുകൊണ്ട് റിസ്ക്കാണ്. പക്ഷെ അതൊക്കെ കൃപ കിട്ടിയ ആർക്കും ഒന്നും റിസ്ക് അല്ല. റിസ്ക് എന്നൊക്കെ പറഞ്ഞാൽ കൃപയില്ലാത്ത ഒരവസ്ഥക്കാണ് റിസ്ക് എന്ന് പറയണത്. സാഹസികം എന്ന് പറയണില്ലേ, അതിനൊക്കെ സഹായിക്കാൻ കർത്താവില്ലാത്തപ്പോഴല്ലേ സാഹസികം ഉണ്ടാകണത്. സഹായിക്കാൻ, അപ്പം നമ്മുടെ സഹായം കർത്താവ് സഹായിക്കുന്നില്ലെങ്കിൽ എല്ലാം സാഹസികമായി മാറും. കർത്താവ് സഹായിക്കുന്നില്ലെങ്കിൽ ഇപ്പം കർത്താവിനെ കൂടെ നിർത്തുക എന്നുള്ളതാണ് എന്ന് പറയുമ്പോൾ സാഹസികം പോലും ഇല്ലാതെ ഇരിക്കും. ഇപ്പോൾ അനായാസമായിട്ട് സാഹസികമല്ലാത്തൊരു ജീവിതം സാഹസികം പോലെ